ശാംഭവോപായം 3 തരം ഉപായം ഉണ്ടെന്നറിയാലോ. ശാംഭവം, ശാക്ത, ആണവം. ഈ ശാംഭവോപായം പ്രൗഢരായ സാധകർക്ക് ഉത്തമമാണ്. അത് ഏതുപാസനയും ആന്തരവും ബാഹ്യവും ഉണ്ട്. എപ്പോഴും നല്ലത് ആന്തര ഉപാസനയാണ്. ബാഹ്യോപാസനകൾക്ക് ഒരു 2ാം ഗ്രേഡേ ഏത് തന്ത്രവും കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആന്തരമായ പ്രൗഢ സാധകർക്ക് ആന്തരമായ ശാംഭവോപായം ഏറ്റവും ഉത്തമമാണ്. ബാഹ്യവും ആന്തരവുമായ ജ്ഞാനോപാസന കൊണ്ട് അല്ലെങ്കിൽ ജ്ഞാനോപായങ്ങളെ കൊണ്ട് പ്രതിഭാജ്ഞാനവും മന്ത്രജ്ഞാനവും രണ്ടും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ആണവോപായമോ അത് സ്ഥൂലാണ്. അതിലാണ് ഈ പ്രാണായാമം, ഇഷ്ടദേവത പൂജ, വിഗ്രഹാരാധന അങ്ങനെയുള്ള സ്ഥൂല ക്രമങ്ങളൊക്കെ ആണവോപായത്തിലാണ്. അത് ശരീരസംബന്ധിയാണ്, അല്ലാതെ അത് ആന്തരമായിട്ടുള്ള മനസ്സിനെയോ ആത്മാവിനെയോ ഒന്നും സ്പർശിക്കുന്നതല്ല. ഇതൊക്കെ ഈ ഉപായങ്ങളൊക്കെ ശാക്തവും ആണവോപായവും ഒക്കെ കളങ്കങ്ങളെ, മനസ്സിലെ കളങ്കങ്ങളെ നീക്കിക്കളയാനാണ്. എന്നാൽ ഒരു കളങ്കവും ഇല്ലാത്ത നിഷ്കളങ്കമായ ഒരു മനസ്സിൽ ഇതൊന്നും ആവശ്യമില്ല. അവിടെ അനുത്തരോപായം അല്ലെങ്കിൽ അനുപായമാണ്. അനുപായം എന്ന് പറഞ്ഞാൽ ഉപായമില്ലാതെ തന്നെ ആനന്ദസിദ്ധി ലഭിക്കുകയാണ്, പ്രതിഭാ സർഗം വരികയാണ്, മന്ത്രജ്ഞാനം വരികയാണ്. അതാണ് ആനന്ദോപായം അല്ലെങ്കിൽ അനുപായം എന്ന് വിളിക്കുന്ന ഏറ്റവും മഹത്തായ ദീക്ഷ. ഒരു ഉപായവും കൂടാതെ സ്വാഭാവികമായിട്ട് സ്വപ്നത്തിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ധ്യാനത്തിലോ, സ്വപ്നത്തിലാണ് സാധാരണ, സ്വപ്നം എന്ന് നമുക്ക് തോന്നുന്ന എന്താ പറയുക, ഇന്ദ്രിയാതീതമായ ചില അവസ്ഥകളിൽ അല്ലെങ്കിൽ ധ്യാനത്തിൽ ഒക്കെ നമ്മൾ സിദ്ധപുരുഷന്മാരുടെ ദർശനം കിട്ടുക, പരാവാക്ക് കിട്ടുക, യോഗിനി ദർശനം കിട്ടുക, അങ്ങനെ നേരിട്ട് ജ്ഞാനം ദേവി തന്നെ നമുക്ക് ഇങ്ങോട്ട് തരിക. അതാണ് ഈ അനുത്തരോപായം. അതാണ് ഏറ്റവും നല്ലത്. വേറെ ബാഹ്യമായിട്ടുള്ള ഒന്നും ഒരു പൂജയും ചെയ്യാതെ തന്നെ മനസ്സ് നിഷ്കളങ്കമായിട്ട് സഹജമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഏറ്റവും അനുത്തരമായ അനുപായമായ ദീക്ഷ എന്ന് എല്ലാ ഗ്രന്ഥങ്ങളും, ഒരു ഗ്രന്ഥമല്ല എല്ലാ ഗ്രന്ഥങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ആ അനുഭവമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ സപ്തമാതൃകകളുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ക്ഷേത്രത്തിലും സപ്തമാതൃകകളെ കാണുന്നുണ്ട്. പക്ഷേ ആന്ത്രപ്പോമോർഫിക് ചിത്രങ്ങളായിട്ടല്ല, ചെറിയ ചെറിയ ബലിക്കല് പോലെ ചെറിയ ചെറിയ ശിലകളായിട്ട് കാണാം. അത് തെക്ക് വശത്ത് ഇന്നർ പ്രദർശന വഴിയുടെ അകത്തായിട്ട് കാണും. അപ്പോൾ അതൊരു യുബിക്വിറ്റസ് ആണ് സപ്തമാതൃകകൾ. പക്ഷെ ആന്ത്രപ്പോമോർഫിക്കായിട്ട് വിഗ്രഹ രൂപത്തിൽ കാണുന്നത് കുറച്ചേ ഉള്ളൂ, അധികമില്ല. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ തന്നെ പക്ഷെ അതുണ്ട്. അപ്പോൾ BC 3500 മുതൽ തന്നെ ഈ സപ്തമാതൃകകളെ ആന്ത്രപ്പോമോർഫിക്കായിട്ടും നടുവിൽ ബ്രാഹ്മി അല്ലെങ്കിൽ സരസ്വതിനെ അശ്വത്ഥത്തിലും ആരാധിക്കുന്നുണ്ട്. ഒരു കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ ഒരു കുട്ടി ഒരു 36 അധികം ഓൾമോസ്റ്റ് 36 ക്ഷേത്രങ്ങളിൽ ആന്ത്രപ്പോമോർഫിക് സപ്തമാതൃകകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലത്തെ 13 നമ്മൾ ഈ രുരുജിത്ത് വിധാനം എന്ന് പറഞ്ഞിട്ട് പറയുന്ന 12 കാളികൾ എന്ന് പറയുന്നത്. ഞാൻ നോക്കിയിട്ട് ഈ 36 കൂടാതെ ഒരു 12 കൂടി എനിക്ക് വടക്കേ മലബാർ മുതൽ ഈ മലബാർ ഏരിയയിൽ മാത്രം കാണുന്നുണ്ടായി. അതെല്ലാതും രുരുജിത്ത് വിധാനം അല്ല, പലതും ദാരുജിത്ത് വിധാനമാണ്, അല്ലെങ്കിൽ മഹിഷാസുര മർദ്ദിനി രൂപത്തിലാവാം. പക്ഷേ ഈ ചാമുണ്ടിയായിട്ട് അല്ലെങ്കിൽ രുരുജിത്തായിട്ട് 12 13 തന്നെയുള്ളൂ. എനിവേ ഈ പഞ്ചമകാരം ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങൾ അതായത് കുറവാണെന്നർത്ഥം, 13 തന്നെയാണ്. ഇത് അപ്പയ്യദീക്ഷിതർ പറയുന്നത് ക്ഷത്രിയർ മാത്രമേ ഇത് ചെയ്തിരുന്നുള്ളൂ. കാരണം അവർക്ക് യുദ്ധത്തിന് പോകണമല്ലോ, അവർ യുദ്ധത്തിന് പോണവരാണ്. അതുകൊണ്ട് അവർ മാത്രമേ ഇത് ചെയ്തിരുന്നുള്ളൂ, ബാക്കി ആരും ചെയ്യാറില്ല. ബ്രാഹ്മണരൊന്നും ഒട്ടും ചെയ്യില്ല. കാരണം അവർ ഈ അശ്വമേധ മന്ത്രം ഒരു വിടുന്നല്ലാണ്ട് അശ്വത്തിനെ കൊല്ലണില്ല. അതേപോലെ തന്നെ ഇതും ആ മന്ത്രം ഒരു വിടുന്നല്ലാണ്ട് അവർ കർമ്മ അവർ ചെയ്യണില്ല. അത് ക്ഷത്രിയരെന്നെ ചെയ്യാറുള്ളൂ എന്ന് ത്രിപുരോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. മന്ത്രം മാത്രം ക്രിയയില്ല. പിന്നെ വരാഹപുരാണത്തിലാണെങ്കിൽ രുരുജിത്ത് എന്ന് വിളിക്കുന്നത് ചാമുണ്ടീനെയാണ്. ചാമുണ്ടി നടുക്കിലുള്ള കാളി നടുക്കിലുള്ളവരെ മാത്രമേ അങ്ങനെ വിളിക്കുന്നുള്ളൂ. ശ്രീവിദ്യാദീക്ഷയോട് കൂടിയിട്ട് കാലസംഘർഷിണി സങ്കല്പത്തിലാണ് ക്രമകാളികളെ പൂജിക്കുന്നത്. ഇപ്പോൾ കാട്ടാമ്പാൽ
പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ കാളിയും ദാരിദ്ര്യനും കൂടി വലിയ യുദ്ധമൊക്കെ നടക്കും. അവിടെയൊക്കെ ദാരുചിത്താണ്. അവിടെ ശ്രീവിദ്യ ദീക്ഷ വേണം, പക്ഷെ ബാലയാണ്, ബാലാദീക്ഷയോട് കൂടിയിട്ടാണ് അവിടെ പൂജകളും ക്രിയകളും ഒക്കെ നടക്കുന്നത്. ഈ വാസ്തുവിലും വ്യത്യാസമുണ്ട്. രുരുചിത്തിൻ്റെയും ദാരുചിത്തിൻ്റെയും വാസ്തുവിലും വ്യത്യാസമുണ്ട്. വായുപുരാണത്തിലെ അംബികയിൽ നിന്ന് 2 ശക്തി ഉണ്ടായി. ഒന്ന് കൃഷ്ണ, അത് കാളി, മറ്റത് വെളുത്തവളാണ് ഗൗരി അല്ലെങ്കിൽ പാർവതി. ഇത് രണ്ടും അംബികയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് എന്ന് പറയുന്നുണ്ട്. കാളി ഇരിക്കുന്നത് ജലാധിഷ്ഠിതയായി കടലോരത്തും ഗൗരി ഹിമാലയത്തിലുമാണ് എന്നും പറയുന്നു. കടലോരം എന്ന് പറയുമ്പോൾ കേരളം കടലോരാണ്. കടലോരത്തെ കറുത്ത കാളിയുടെ ആരാധന തെക്കേ ഇന്ത്യയിലെ ആരാധനാക്രമമായിരുന്നു. നമ്മൾ ഇതൊക്കെ കൂട്ടി വെച്ച് നോക്കിയാൽ നമുക്കൊന്നും കറുത്ത നിറം, ഈ മെലാനിൻ പിഗ്മെൻ്റ് ഉള്ള കറുത്ത ആൾക്കാർ ട്രോപ്പിക്കൽ റീജിയനിൽ കടലോര ഭാഗത്താണുള്ളത്. ഇവരുടെ ആരാധനയാണ് ഈ കറുത്ത കാളി. നമ്മൾ കറുത്തതാകുമ്പോൾ നമ്മൾ കറുത്താളെ ആരാധിക്കുന്നു, അത്രയേ ഉള്ളൂ. കൃഷ്ണൻ കറുത്താണ്, രാമൻ കറുത്തതാണ്, നമ്മൾ കറുത്തവരെ ആരാധിക്കുന്നു. ഈ കടലോരത്തെ കറുത്ത കാളി ഇത് തെക്കേ ഇന്ത്യയിലെ ആരാധനാക്രമമാണ്. വെളുത്ത പാർവതി ഗൗരി അല്ല വെളുത്ത ഹിമാലയത്തിൽ. അത് വളരെ സിമ്പിളാണ് അത് മനസ്സിലാക്കാൻ. നമ്മൾ പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒന്നും വലിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഇത് കിരാതവർഗത്തിൻ്റെ ആരാധനയാണ്. അതുകൊണ്ടാണ് അവളെ ഒരു കിരാതിയായിട്ടും ആരാധിക്കുന്നത്. ഞാൻ വേറൊന്ന് കണ്ടത്, കാളി എന്നുള്ള പേരിൽ ഈ കണ്ടൻ കാളി എന്നുള്ളൊരു ക്ഷേത്രമുണ്ട്. അത് മലബാറിൽ, പ്രത്യേകിച്ച് ഈ കൊച്ചി തമ്പുരാക്കന്മാരുടെ ക്ഷേത്രങ്ങൾ, പാലിയം ട്രസ്റ്റിൻ്റെ ഒരു ക്ഷേത്രത്തിൽ അത് കാണാനുണ്ട്. കണ്ടൻ കാളീനെ അകത്തിരിക്കുന്ന ദക്ഷിണാമൂർത്തിയും വിഷ്ണുവും ഒക്കെ തന്നെയാണ്, ദേവിയൊക്കെ തന്നെയാണ്. പുറത്തൊരു ക്ഷേത്രത്തിൽ കണ്ടൻ കാളി ഇരിക്കുന്നുണ്ട്. അപ്പം അത് ഇവരുടെ രാജാക്കന്മാർക്കും മുതലകൾക്കും ഒക്കെ കണ്ടൻ എന്നും കാളി എന്നും പേര് കൊടുക്കാറുണ്ട്. മുതലേനെ കാളി കാളി കണ്ടൻ കാളി എന്ന് വിളിച്ചാൽ അത് ചെറിയെന്ന് പൊന്തി വരിക. അതുപോലെ അവരുടെ മൂത്ത ആൾക്കും മൂത്ത പുരുഷനും മൂത്ത സ്ത്രീക്കും കണ്ടനെന്നും കാളിന്നോ അല്ലെങ്കിൽ നീലിന്നൊക്കെ പേരിട്ട്, അതൊക്കെ ഇവരുടെ ഒരു പഴയ സമ്പ്രദായമായിരുന്നു. അപ്പോൾ അത് മനുഷ്യനും എല്ലാ ജീവവർഗങ്ങളും ഈശ്വരനും ഒക്കെ ഒരേ പേരിൽ ഒരേ മാതിരി എന്നുള്ളൊരു സങ്കല്പം, അത് വളരെ ട്രൈബലാണ്.